ഇന്ന് മിക്ക കുടുംബങ്ങളിലെ ഒരു പ്രധാന പ്രശ്നമാണ് പരസ്പരം അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഒരു അടിസ്ഥാന ബോണ്ടിങ് ഇല്ലാത്തത്. പല ആൾക്കാരും പറയും ഒരിക്കലും കൂടപ്പിറപ്പുകൾ ഒരു സഹായമായി വരില്ല എന്ന്. ഇന്ന് രക്തബന്ധങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ള വ്യക്തികളിൽ നിന്നും സ്നേഹവും സഹകരണവും കിട്ടുമെന്ന്. എന്തുകൊണ്ടാണ് ഇന്ന് കുടുംബങ്ങൾക്കുള്ളിൽ ഇത്തരം അകൽച്ചകൾ ഉണ്ടാകാൻ കാരണം? എന്തുകൊണ്ടാണ് സ്വന്തം മാതാപിതാക്കളും മക്കളും ഇന്ന് പരസ്പരം ഒരു ധാരണയില്ലാത്തത്? കാരണം കൈക്കുള്ളിലുള്ളത് എന്തോ അത് തങ്ങളിൽ നിന്നും വിട്ടുപോകില്ല എന്നൊരു അമിത വിശ്വാസം. മറ്റുള്ളവരെ പരിഗണിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കൊരാപത്ത് വന്നു കഴിയുമ്പോൾ രണ്ട് കൂട്ടരും കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസം. കാരണം ഒരു കൂട്ടരെ പരിഗണിച്ചില്ലെങ്കിലും രക്തബന്ധമാണ് അവർ കൂടെ ഉണ്ടാവുന്നൊരു എന്നുള്ള വിശ്വാസം. എന്നാൽ രക്തബന്ധമല്ലാത്ത വ്യക്തികളെ പരിഗണിച്ച് കൂടെ നിർത്തിയത് കൊണ്ട് അവരും കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസം ഓരോ വ്യക്തികളിലെ ഉള്ളിലും ഉണ്ട്. സത്യമല്ലേ ഞാൻ ഈ പറഞ്ഞതിനോട്? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഓരോ വ്യക്തികളും സ്വന്തം കുടുംബത്തിൽ ഉള്ളവരെ മാറ്റി നിർത്തിയിട്ട് പുറത്തുള്ളവരെ ചേർത്ത് പിടിക്കുന്നത്. കാരണം സ്വന്തം എന്നത് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല. അച്ഛനും അമ്മയും മക്കളും എന്നത് രക്തബന്ധം, ആരെക്കൊണ്ടും മുറിച്ച് മാറ്റാൻ പറ്റാത്തൊരു ആത്മബന്ധം. ഈ ലോകത്ത് എത്രയെല്ലാം പിണക്കങ്ങൾ സംഭവിച്ചാലും ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത ഒരു ബന്ധമാണ് മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ എന്ന ഈ ഒരു കുടുംബത്തിനുള്ളിൽ ഇവർ മുഖത്ത് നോക്കിയ ഭയങ്കര പ്രശ്നമുള്ള ഒത്തിരിയേറെ വ്യക്തികൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. മുഖത്ത് നോക്കിയ അന്നേരം തന്നെ അപ്പനും അമ്മയും മക്കളും തമ്മിൽ തന്നെയായിരിക്കും. എന്നാൽ ഇതിനെല്ലാം മാറ്റം കുറിക്കുന്ന കുടുംബമുണ്ട്. എത്ര പ്രതിസന്ധി വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ അലയടിച്ചാൽ പോലും ഒരിക്കലും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയൊന്നും കൈവിടാതെ നെഞ്ചോട് ചേർത്ത് കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെ കാണാം, സഹോദരങ്ങളെ കാണാം, മക്കളെ കാണാൻ. ഇതെത്രയെല്ലാം പ്രതിസന്ധി വന്നാലും അവർക്ക് പരസ്പരമുള്ള ഒരു വിശ്വാസം എന്തിലധിഷ്ഠിതമായിട്ട് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് പരിഗണന. എന്ത് വന്നാലും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് അവരോട് ചേർത്ത് നിർത്തി അവരെ പരിഗണിച്ച് ചെറുതാകട്ടെ വലുതാകട്ടെ എന്ത് പ്രശ്നമായാൽ പോലും അത് കേട്ട് പോട്ട് സാരമില്ല, ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്, എന്ത് വന്നാലും നിന്നെ കൈവിടാതെ ഞാൻ കൂടെ ഉണ്ട് എന്ന് ഓരോ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും അവരുടെ ആ ഒരു പരിഗണന തന്നെയാണ് ആ ഒരു ആത്മബന്ധം, പരസ്പരമുള്ള ആ ഒരു സ്നേഹം. ഇത് ഓരോ മാതാപിതാക്കൾക്കിടയിലും ഓരോ മക്കൾക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും ഉണ്ടാകേണ്ട കാര്യമാണ്. കാരണം മാറ്റി നിർത്തപ്പെടുന്നത് എന്തോ അത് സ്വന്തം രക്തബന്ധമാണെങ്കിൽ പോലും വല്ലാത്ത നൊമ്പരമായിരിക്കും. മാറ്റി നിർത്തപ്പെട്ടിട്ട് സ്വന്തം ബന്ധുക്കളെയും ഇനി അയൽക്കാരെയും കൂട്ടുകാരെയും പരിഗണിച്ചിട്ട്
ഇവരും എനിക്കൊപ്പം ഉണ്ടാവും, അവരും എനിക്കൊപ്പം ഉണ്ടാവും എന്ന് തെറ്റിദ്ധരിച്ച് പല മാതാപിതാക്കളും കുടുംബങ്ങൾക്കുള്ളിൽ ഒരു സ്നേഹം, ഒരു സ്നേഹവലയം, ഒരു സ്നേഹ കൂട്ടായ്മ സ്വന്തം കുടുംബത്തിൽ ഒരുക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് ആദ്യം ഭാര്യ ഭർത്തൃബന്ധം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതും ഭാര്യ ഭർത്തൃബന്ധത്തിലാണ്. കാരണം ഭാര്യയും ഭർത്താവും അവിടെ സ്നേഹത്തിൽ പൂർണ്ണത ഉള്ളപ്പോഴാണ് ആ ഒരു ബന്ധം മക്കളിലോട്ട് പോകുന്നത്. നിങ്ങൾ മാതാപിതാക്കളായി മാറുന്നതും നിങ്ങളുടെ മക്കൾ ഉണ്ടാകുമ്പോഴാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അച്ഛനും അമ്മയും എന്ന് വിളി തുടങ്ങുമ്പോഴേ നിങ്ങൾ ഭാര്യ ഭർത്തൃബന്ധം എന്നത് ദൃഢമായ ഒരു ആത്മബന്ധമായി ഉറച്ചിട്ടുണ്ട്. ആർക്കോ വേണ്ടി എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കണം എന്നൊരു ചിന്തയിൽ നിന്നും ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ ഭർത്താവാണ്, നമ്മൾ പരസ്പരം കെട്ടിപ്പടുത്തിയൊരു കുടുംബം അത് ഇമ്പമുള്ളതാക്കി തീർക്കണമെന്ന് ഓരോ ഭാര്യയും ഭർത്താവും തീരുമാനിക്കണം. കാരണം ഓരോ കുടുംബത്തിനുള്ളിലും പൊട്ടലും ചീറ്റലുമുണ്ട്. എപ്പോഴും സന്തോഷത്തോടെ മാത്രം ഇരിക്കുന്ന ഒരു കുടുംബവുമില്ല. എല്ലായിടത്തും പരസ്പരം പൊരുത്തക്കേടുകളും ഉണ്ട്. കാരണം രണ്ട് വീട്ടിൽ നിന്നും വന്ന വ്യക്തികളാണ് ഭാര്യയും ഭർത്താവുമായി നിൽക്കുന്ന വ്യക്തികൾ. അവരുടെ കാഴ്ചപ്പാടുകൾ, ഓരോ വ്യക്തികളുടെ തിരിച്ചറിവുകളും, അവർ ജീവിച്ച ജീവിത രീതി, അവർ ശീലിച്ചു വന്ന ജീവിത ശൈലികൾ, അവരുടെ ഓരോ ദൈനംദിന ജീവിതത്തിലും അവർ ഫോളോ ചെയ്ത പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആദ്യം എന്താണ്, ഇതെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ, അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് പരസ്പരം നിങ്ങൾ മനസ്സിലാക്കി പരസ്പരം നിങ്ങൾക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാക്കി പരസ്പരം നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുറവുകൾ, ബലഹീനതകൾ, പരാധീനതകൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേറ്റു, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം ഒന്ന് മനസ്സിലാക്കുകയും രണ്ടുപേർ ഒന്ന് ചേരുമ്പോൾ ആ കുടുംബത്തിനുള്ളിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ ഉണ്ടാകണമെന്നും പരസ്പരം പരിഗണിക്കണമെന്നും ഓരോ നിമിഷവും അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാതെ ആ വീട്ടിൽ ഉള്ള മറ്റുള്ള വ്യക്തികൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുകയും അവരെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ ഭാര്യ ഭർത്തൃബന്ധം വളരെ മനോഹരമായി മാറും. കാരണം പരസ്പരം പരിഗണന കിട്ടുന്ന ഇടത്ത് എല്ലാ കുറവുകളും പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കുടുംബത്തിൻ്റെ ഒരു പൂർണ്ണത കൈവരിക്കുന്നത്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് അത് നല്ലതല്ലാന്ന്. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഏറ്റവും മനോഹരമായൊരു വാക്കാണ്. കാരണം അതെന്തുകൊണ്ടാണ് ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന വാക്ക് മനോഹരമാകുന്നത്? കാരണം രണ്ട് കുടുംബത്തിൽ ഇരുന്ന വ്യക്തികൾ ഒന്നായി മാറുമ്പോൾ ഒരാളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കി കഴിയുമ്പോൾ ഭാര്യയ്ക്ക്
ഭർത്താവുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം അത് ക്രമീകരിക്കാൻ സാധിക്കും. ഭർത്താവിന് ഭാര്യയുടെ ഇഷ്ടങ്ങളും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചെറിയ ചെറിയ ഇണക്കവും പിണക്കവും മനസ്സിലാക്കി പരിഗണിച്ച് ചെറിയ ചെറിയ ആവശ്യങ്ങൾ അത് നടത്തിക്കൊടുത്തും ഒരു ഭർത്താവ് എന്നൊരു വ്യക്തി ഭാര്യയെ കൂടുതൽ പരിഗണിച്ച് ചേർത്ത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഏറ്റവും മനോഹരമാണത്. കാരണം ഭർത്താവ് പണിക്ക് പോയി, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലിരിക്കുന്ന ഭാര്യയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ മനസ്സ് കാണിച്ച് എല്ലാവരുടെയും കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് തങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം ആ വീട്ടിൽ എന്തൊക്കെ ചെയ്യാനാകും അതെല്ലാം മറ്റുള്ള വ്യക്തികൾക്കൊപ്പം ചേർന്ന് സഹകരിച്ച് സന്തോഷത്തോടെ ചെയ്ത് എല്ലാവരും തുല്യമായി പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, കിട്ടുന്ന റെസ്റ്റ്, ഭർത്താവ് വരുമ്പോൾ പരസ്പരം വഴക്കിനൊരവസരമില്ലാതിരിക്കാൻ ഇതൊക്കെ ഒരു പരിധി വരെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഭർത്താവ് വന്ന് കയറി കഴിയുമ്പോൾ ഒരു പരാതിപ്പെട്ടി പോലെ തുറന്ന് കലുവിലാന്ന് പറഞ്ഞ് ഏത് നേരവും എല്ലാ പ്രശ്നങ്ങളും പരിഹാരം കാണണം എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടേണ്ട ഇടത്ത് സ്വയം പരിഹരിക്കാതെ അതും വലിയ പരാതി പോലെ മുമ്പിലോട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ചെറിയ വിള്ളലുകൾ വീഴും. പൊട്ടിത്തെറിയും ദേഷ്യമുള്ള ഒരു വ്യക്തികളാണെങ്കിൽ പിന്നെ പുകിലായിരിക്കുമല്ലോ അവിടുത്തെ കാര്യം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഭാര്യയുടെ വീട്ടുകാർ, ഭർത്താവിൻ്റെ വീട്ടുകാർ, അതായത് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം മകൻ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ മകൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് അവർക്ക് ഉള്ള മറ്റ് മക്കളെ വേണ്ടാന്ന് വെക്കാൻ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് സാധ്യമാകുമോ? ഒരിക്കലുമില്ല. കാരണം ഭാര്യ ഭർത്താവായി നിങ്ങൾക്കിടയിലും നിങ്ങളുടെ ഒരു രക്തം, നിങ്ങളുടെ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പിറവി കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ തുല്യമായിട്ട് കാണാൻ തുടങ്ങും. അവരെ നിങ്ങൾ പരിഗണിക്കാൻ തുടങ്ങും. അവിടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ നിറവേറ്റി കൊടുക്കും. ഇതേ പ്രോസസ്സിംഗ് ആണ് നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴും നിങ്ങളുടെ ഭർത്താവോ ഭാര്യ പരസ്പരം അവരുടെ മാതാപിതാക്കളും അവരുടെ മക്കൾക്കും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം മക്കൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇനി മകൾക്ക് വീട്ടിൽ വരാൻ അവകാശമില്ല. ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള കടുംപിടുത്തങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കാരണമെന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിലേക്ക് എപ്പോഴും കയറി വരാനുള്ളൊരു പൂർണ്ണമായ അവകാശം ഒരു പെൺകുട്ടിക്കുമുണ്ട്, ഒരു ആൺകുട്ടിക്കുമുണ്ട്. അച്ഛനും അമ്മയും അവരെ പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യണം. കാരണം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് തല്ലി പിരിഞ്ഞ് പിണങ്ങി വാരിക്കൊട്ടിക്കൊണ്ട് വരുന്ന മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതില്ല. അവിടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആദ്യം മാതാപിതാക്കൾ മനസ്സിലാക്കണം. ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പരിഹാരം കാണുന്നതോടൊപ്പം തന്നെ മക്കളുടെ ഭാഗത്ത് വരുന്ന തെറ്റുകൾ അത് തെറ്റാണ്, നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ, തെറ്റ് ചൂണ്ടിക്കാട്ടി കൊടുക്കാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കണം. ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും അത് മാതാപിതാക്കൾക്ക് സാധ്യമാകുമ്പോൾ തെറ്റാണ് മകളെ നീ അത് ചെയ്തത്, തെറ്റാണ് മകനെ നീ അത്
ചെയ്തതെന്ന് പറയാനൊരു ധൈര്യം ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകണം. ചില ആൾക്കാർ എന്താണ്, മക്കൾ ഒന്ന് മുതിർന്നു, പിന്നെ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് അഴിച്ചു വിടുകയാണ്. അവരെന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു ഒന്നും അന്വേഷിക്കാറില്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല തെറ്റുകളുടെയും ഉറവിടം ഇത്തരമൊരു സമീപനമാണ്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കില്ല. തന്നോളം വളർന്ന മക്കളെ താനെന്ന് വിളിക്കണമെന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ മക്കൾ തല മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കാര്യങ്ങളും മാതാപിതാക്കൾ ചോദിച്ച് മനസ്സിലാക്കില്ല, അറിയാറില്ല. കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, അവിടെ കോളേജിൽ എന്തെങ്കിലും സംഭവിച്ചോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഓരോ മാതാപിതാക്കളും തയ്യാറാകണം. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ മാതാപിതാക്കൾ മക്കളോട് അവിടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്ന ഒരു മിത്രമായി മാറില്ല. അവരെപ്പോഴും എന്താണ്, അവരുടേതായിട്ടുള്ള ആ ഒരു കടമ കഴിഞ്ഞാൽ പിന്നെ ചില മാതാപിതാക്കൾ അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കും. പിന്നെ എന്താണ് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചൊന്നൊരു ബോധ്യമില്ല. അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയില്ല. ചില മാതാപിതാക്കളാണെങ്കിൽ കല്യാണം കഴിഞ്ഞു പോയ കുട്ടികളെ അവരെ മര്യാദയ്ക്ക് ജീവിക്കാൻ പോലും സമ്മതിപ്പിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഓരോന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്ത് സന്തോഷകരമായി പോകുന്ന ആ കുടുംബത്തിൽ നിന്നും അവരുടെ പാർട്ട്ണറെയും കൊണ്ട് മറ്റ് വീടുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് ഒത്തിരിയേറെ കൂടുതലാണ്. അപ്പോൾ അവനവൻ്റെ ചുറ്റുപാടുകളെ ഒന്ന് വീക്ഷിച്ച് നോക്കുമ്പോൾ അറിയാം, കുടുംബത്തിൻ്റെ തകർച്ചയുടെ കാരണവും ചില മാതാപിതാക്കൾ തന്നെയാണ്. അപ്പം വേണ്ടുന്ന സമയത്ത് കൊടുക്കുന്ന പരിഗണന കുട്ടികളെ പല തെറ്റുകളിൽ നിന്നും മുക്തനാക്കാൻ സാധിക്കുമെന്നത് തീർച്ചയാണ്. ഇന്ന് എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അവർ കാണുന്നത് എന്താണോ അതാണ് ആ വ്യക്തിയുടെ അടിസ്ഥാന സ്വഭാവം. അവരെന്താണോ കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് അതാണ് ആ വ്യക്തിയുടെ സ്വഭാവം. അപ്പോൾ എന്താണോ ഓരോ വ്യക്തിക്ക് കൂടുതൽ ഇഷ്ടമെന്നത് മനസ്സിലാക്കാൻ ഓരോ വ്യക്തിക്ക് മനസ്സിലാവും. സ്വന്തം കുടുംബത്തിലും മാതാപിതാക്കളും സഹോദരങ്ങളും ഭാര്യ ഭർത്തൃബന്ധം ഇതെല്ലാം വെറുമൊരു സങ്കല്പം പോലെ മറ്റൊരു മുമ്പിൽ കാണുന്ന ഒരു സന്തുഷ്ട കുടുംബം എന്നതിനേക്കാൾ ഉപരി ഓരോ കുടുംബത്തിലും ആത്മബന്ധം, കളങ്കമില്ലാത്ത സ്നേഹം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് തൻ്റെ ചുറ്റുപാട് ഉള്ളവരെയും കാണാനും വീക്ഷിക്കാനും പരിഗണിക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാനുമെല്ലാം സാധിക്കുന്നത്. തൻ്റെ കുടുംബമാണ് ഏറ്റവും പ്രാധാന്യം എന്ന് കരുതുമ്പോൾ കുടുംബത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം, കുടുംബത്തിൽ കൊടുക്കുന്ന ആ ഒരു പരിഗണന അതാദ്യം ഉറപ്പിക്കണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിന്ന് അവിഹിതം കൂടുന്നതിൻ്റെ കാരണം ഇതാണ്. പരസ്പരം ഭാര്യ ഭർത്താവ് തമ്മിൽ മിണ്ടില്ല. ഇന്ന് മക്കൾ പല കൂട്ടുകൾ തേടി പോകുന്നതിൻ്റെ ഒരു കാരണവും പരസ്പരം അവരെക്കുറിച്ച് ഉള്ള ഒരു ബോധ്യമില്ലായ്മയാണ്. മാതാപിതാക്കൾ അവരോട് കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നില്ല. അവർക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യമില്ല. ഇതാണ് പരസ്പരം മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടാകുന്ന ഒരു അകൽച്ചയുടെ കാരണം.
നമ്മൾ കാണുന്ന പല ടീനേജ് പ്രോബ്ലംസും എത്രയെല്ലാം കേസുകൾ നമ്മളിന്ന് കാണുന്നു. ആ മാതാപിതാക്കളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ പരിഗണിക്കേണ്ട ഇടത്ത് പരിഗണിക്കാതെ മറ്റ് ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന പൂർണ്ണ പരിഗണനയും, അവർ വന്ന് സഹായിക്കും, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കൂടെ അവരുണ്ടാകും എന്നുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയിൽ നിന്നും ഉടലെടുത്ത ഒരു രീതിയാണ്, ആ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് കുടുംബങ്ങൾക്കിടയിൽ ഇന്നുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ. പരസ്പരം സ്നേഹമില്ലായ്മ, പരിഗണിക്കാൻ പറ്റുന്നില്ല, ആരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, സ്വന്തം കുടുംബത്തിലുള്ളവരുടെ സ്വഭാവം ഇന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധം ഇന്നത്തെ തലമുറയുടെ ജീവിത രീതിയും വ്യക്തിബന്ധങ്ങൾക്കിടയിലുണ്ടാകുന്ന വിള്ളലുകളും വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കുടുംബം എന്നത് നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് കൊയ്തെടുക്കുമെന്നൊരു ചിന്ത ഓരോ വ്യക്തികൾക്കുള്ളിലും ഉണ്ടാകണം. പുറമേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ തന്ത്രപ്പെടുമ്പോൾ ഒന്ന് സ്വന്തം കുടുംബത്തിലേക്കും തിരിഞ്ഞു നോക്കേണ്ട അത്യാവശ്യതയാണ് ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം. കാരണം ഇന്നത്തെ തലമുറ വളരെയധികം അധപ്പതിച്ചു പോയി. ഇന്നത്തെ തലമുറ മാത്രമല്ല, ഇന്ന് പല മാതാപിതാക്കളും അവിഹിതത്തിലാണിന്ന് ജീവിക്കുന്നത്. കാരണം ഇന്ന് പല ചോയ്സുണ്ട്. വിട്ടുപോയി കഴിഞ്ഞ് ജീവിക്കാനായിട്ടുള്ള സാഹചര്യവും ചുറ്റുപാടുമുണ്ട്. തോന്നിവാസം ജീവിച്ചു കഴിയുമ്പോൾ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം, നിങ്ങളെ വിശ്വസിച്ചതിൻ്റെ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം, ഇതൊക്കെ ഓരോ വ്യക്തികളും മനസ്സിലായി കഴിയുമ്പോൾ നമ്മളെപ്പോഴാണ് വീണു പോകുന്നത്? നമ്മുടെ ജീവിതം എന്നത് ഒരിക്കലും പൂർണ്ണതയുള്ളതല്ല. നമ്മൾ ആരും അമരത്വമുള്ളവരല്ല. നമ്മുടെ ശരീരം നശിച്ചു പോകും. നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം വിട്ട് നമ്മൾ മരണപ്പെട്ടു പോകും. നമ്മൾ നേടിയതും നമ്മൾ ഒഴിവാക്കിയതും നമ്മൾ കലഹിപ്പിച്ചതും നോയിപ്പിച്ചതും ഇതെല്ലാം ഒരിക്കൽ വന്ന് ചുറ്റുപിടിക്കുന്ന സമയമുണ്ട്. കാരണം പ്രായം എല്ലാ വ്യക്തികളെയും മുറുകെ പിടിക്കും. ഈ ഭൂമിയിലോട്ട് ജനിച്ച് വീണ ആ വ്യക്തി, അവൻ ശിശുവായും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും എല്ലാം പിടിപെടും. എല്ലാ വ്യക്തികളും നരവാദിക്കും. കണ്ണുകൾ കാഴ്ച നഷ്ടപ്പെടും, കേൾവിക്കുറവുണ്ടാകും, തൊലികളെല്ലാം ചുളിയും. എല്ലാവരും സ്ലിം ബ്യൂട്ടിയിൽ നിന്നും പിന്നെ തടിച്ച ശരീരത്തിലേക്ക് മാറും. ഓരോ വ്യക്തികളെയും മാറ്റങ്ങൾക്ക് ശരീരം വിധേയമാക്കിക്കൊണ്ടിരിക്കും. രോഗം അതിൻ്റെ കാഠിന്യം പുറത്തെടുക്കുമ്പോൾ തൻ്റെ തിരിച്ചറിവുകൾക്കുള്ളിൽ വരുന്ന മാറ്റങ്ങൾ നല്ലതാണോ തീയതാണോ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നഷ്ടങ്ങളെ ഓർത്ത് വേദനിക്കാൻ, നഷ്ടപ്പെട്ടത് എന്തോ അത് തൻ്റെ പ്രിയപ്പെട്ടതായിരുന്നു എന്നൊരു തിരിച്ചറിവ് വരുമ്പോൾ വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം നിങ്ങളും നിങ്ങൾക്കുള്ളിൽ ഉള്ളായിരുന്ന എല്ലാം അന്യമായി മാറും.
ആ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുന്നതിന് മുമ്പേ ഇപ്പോൾ ചിന്തിക്കേണ്ട സമയമാണിത്.